നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ ബഹുമാന്യ ശ്രോതാക്കൾക്കും ഒരു പ്രാവശ്യം കൂടി എന്റെ സ്നേഹവന്ദനങ്ങളെ ഈ സന്ധ്യാസമയത്ത് ഞാൻ പ്രകാശിപ്പിക്കുന്നു. ഇന്ന് ക്രൈസ്തവ ലോകം പെസഹയുടെ ആചരണം ആചരിക്കുന്ന ദിവസമാണ്. പെസഹ വ്യാഴം എന്നാണ് ഈ ദിവസത്തെ അറിയപ്പെടുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിലാണ് നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ ആയിരുന്നപ്പോൾ പെസഹ ആചരിച്ചിരുന്നതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക, ആ വൻമാളികയിൽ തന്റെ ശിഷ്യന്മാരുമൊത്ത് കർത്താവായ യേശു തന്റെ അന്ത്യ പെസഹ ആചരിച്ച മനോഹരമായ സന്ദർഭത്തെ സംബന്ധിച്ച് കർത്താവിന്റെ അരിമ ശിഷ്യന്മാരിൽ ഒരുവനായ യോഹന്നാൻ അപ്പോസ്തലൻ വളരെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട്. ആ വേദാംശങ്ങളിലേക്ക് കടന്നു പോകുവാൻ ഇപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്താണ് പെസഹ, എന്താണ് അത് നമ്മെ അറിയിക്കുന്ന സന്ദേശം, അതാണ് ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ ഇന്ന് നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പെസഹ എന്ന് പറയുന്ന ഒരു ആചരണം രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വേർപെട്ട വിശ്വാസ സമൂഹത്തിന് ഒരു ആചാരമായിട്ട് ഇല്ല. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നതന്നെ കാരണം നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ. വളരെ വേഗത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, എന്താണ് ഈ പെസഹയുടെ സന്ദേശം. പുറപ്പാട് പുസ്തകം അതിന്റെ 12-ാം അധ്യായമാണ് പെസഹ എന്ന് പറയുന്ന ആചരണത്തിന്റെ മനോഹരമായിരിക്കുന്ന ഒരു വിവരണം പരിശുദ്ധാത്മാവായ ദൈവം നമുക്ക് നൽകിയിട്ടുള്ളത്. മോശ അത് വളരെ വ്യക്തതയോടെ അവിടെ എഴുതിയിട്ടുണ്ട്. വളരെ അടുക്കും ചിട്ടയുമായി പെസഹയുടെ സന്ദേശ സംക്ഷിപ്തം ഇത് രാത്രി നിങ്ങളെ അനുസ്മരിപ്പിക്കുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. അവിടെ പുറപ്പാട് പുസ്തകം 12 വായിക്കുമ്പോൾ യഹോവ മോശയോടും അഹരോനോടും മിസ്രയീം ദേശത്ത് വെച്ച് അരുളി ചെയ്തത് എന്നതാണ്, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായി ആണ്ടിൽ 1-ാം മാസം ആയിരിക്കണം. നിങ്ങൾ ഇസ്രായേലിന്റെ സർവ്വസംഘത്തോടും പറയണമെന്നാൽ ഈ മാസം 10-ാം തീയതി അതത് കുടുംബത്തിൽ ഒരു ആട്ടിൻകുട്ടി വീതം ഓരോരുത്തൻ ഓരോ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടിയെ തിന്നുവാൻ വീട്ടിലുള്ളവർ പോരായെങ്കിൽ ആളുകളുടെ എണ്ണത്തിനൊത്തവണ്ണം അവനും അവന്റെ വീടിനടുത്ത അയൽക്കാരും കൂടി അതിനെ എടുക്കണം. ഓരോരുത്തരും തിന്നുന്നതിന് ഒത്തവണ്ണം കണക്ക് നോക്കി നിങ്ങൾ ആട്ടിൻകുട്ടിയെ എടുക്കണം. ആട്ടിൻകുട്ടി ഊനമില്ലാത്തതും 1 വയസ്സ് പ്രായമുള്ള ആണുമായിരിക്കണം എന്ന് പറഞ്ഞിട്ട് താഴെ വായിക്കുമ്പോൾ സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. അതിനെ അറുത്തിട്ട് അതിന്റെ രക്തം നിങ്ങൾ പാർത്തു വരുന്ന വീടിന്റെ കട്ടളക്കാൽ 2-നുമേലും അതിന്റെ കുറുമ്പടി മേലും പുരട്ടണം. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, അതിന്റെ മാംസം നിങ്ങൾ തീയിൽ ചുട്ടതായി കയ്പ് ചീരയോടുകൂടെ ഭക്ഷിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പെസഹായുടെ ആചരണം സംബന്ധിച്ച് കർത്താവ് മോശ ഇസ്രായേൽ മക്കളോട് പറഞ്ഞത്. ഏതാണ്ട് 215 വർഷക്കാലം, 430 സംവത്സരം എന്നാണ് നമ്മൾ സാധാരണയായി വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത്. ഇതിനു മുമ്പ് ഞാൻ അതിന്റെ കാലഗണിതമായ ചരിത്രത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മൊത്തം 215 വർഷമാണ്. വളരെ കൃത്യമായി വർഷങ്ങൾ എണ്ണി നോക്കിയാൽ ഇസ്രായേൽ മക്കൾ മിസ്രൈമ്യ അടിമത്തത്തിലായിരുന്നത് എന്ന് വായിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിൽ അബ്രഹാമിനോട് ദൈവം അത് ചെയ്യുമ്പോൾ അത് വളരെ വ്യക്തമായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയുമ്പോൾ the period of the sojourning of the children of Israel both in the land of Canaan and Egypt were 430 years ആണ് ഇരിക്കുന്നത്. അതായത് കനാൻ ദേശത്തും മിസ്രയീം ദേശത്തുമായി ഇസ്രായേൽ മക്കൾ ചുറ്റിക്കറങ്ങി നടന്ന് ജീവിച്ച കാലഘട്ടം 430 സംവത്സരം എന്നാണ്. അപ്പോൾ വാസ്തവത്തില് മിസ്രയീമിൽ തന്നെ അവർ 430 വർഷം കഴിഞ്ഞിട്ടില്ല. കൃത്യമായി കണക്ക് നോക്കിയാൽ മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോകുന്ന ആ ജനതയുടെ 4-ാം തലമുറ കനാൻ ദേശത്തേക്ക് മടങ്ങി വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. പോകുമ്പോൾ യാക്കോബും അവന്റെ മക്കളും ഉണ്ടായിരുന്നു. മടങ്ങി വരുന്നത് 4-ാം തലമുറയാണ്. 215 വർഷങ്ങളാണ് അവര് മിസ്രയീം ദേശത്ത് കഴിഞ്ഞത്. അപ്പോൾ കാലകണക്കത്തിന്റെ ഒരു കണക്ക് സംബന്ധിച്ചൊരു സംശയം ഉണ്ടായിരിക്കാൻ ഞാൻ ഒരു കണക്ക് പറഞ്ഞു, ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ 430 വർഷക്കാലം മിസ്രയീമിലെ പീഡനങ്ങൾ അനുഭവിച്ച്
അവിടെ കഴിഞ്ഞ ഇസ്രായേൽ ജനതയുടെ ഉത്ഥാനത്തിനായി ദൈവം ഒരു വീണ്ടെടുപ്പിന്റെ മാർഗം വിഭാവന ചെയ്താണ് ഈ പെസഹ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാസംഭവം. അത് പുറപ്പാട് പുസ്തകം 12 രേഖപ്പെടുത്തിയിട്ടുള്ളത്. അവിടെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, പെസഹ യാഗത്തിനായി ഒരുക്കപ്പെട്ട ഒരു ആട്ടിൻകുട്ടി. ഈ ആട്ടിൻകുട്ടിയെ സംബന്ധിച്ച് പറയുന്നത് അത് 1 വയസ്സ് പ്രായമുള്ള ഒരാണാട്ടിൻകുട്ടി ആയിരിക്കണം എന്നാണ്. അതിന് യാതൊരുവിധമായ ഊനവും പാടില്ല എന്ന് വളരെ വ്യക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ പെസഹയുടെ ആചരണ ദിവസം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് അവരുടെ ആണ്ടിന്റെ ആരംഭ മാസമായിരിക്കണമെന്നും ആ മാസത്തിന്റെ 10-ാം ദിവസം ഒരാട്ടിൻകുട്ടിയെ ഓരോ വീട്ടുകാരനും 1 വയസ്സ് പ്രായമുള്ള ഓരോ ആട്ടിൻകുട്ടിയെ ഓരോ വീട്ടുകാരനും വേർതിരിക്കണമെന്നും 14-ാം തീയതി സന്ധ്യായാഗ സമയം വരെ അതിനെ സൂക്ഷിക്കണമെന്നും 14-ാം തീയതി സന്ധ്യായാഗ സമയത്ത് അതിനെ അറക്കണമെന്നും കൽപ്പനയുണ്ട്. വേദപുസ്തകത്തിന്റെ വ്യാഖ്യാന വശമനുസരിച്ച് 10 എന്ന് പറയുന്നത് നിത്യതയെ സൂചിപ്പിക്കുന്നു. 4 എന്ന് പറയുന്നത് സൃഷ്ടി മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ അല്ലെങ്കിൽ സാക്ഷാൽ പെസഹ കുഞ്ഞാടായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ അറുക്കപ്പെടൽ വരെയുള്ള മാനവ ചരിത്രത്തിന്റെ ദൈർഘ്യം എന്ന് വിവക്ഷിക്കുന്നു. അപ്പോൾ നിത്യതയിൽ വെച്ച് തന്നെ ദൈവം മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കിയ യാഗമൃഗമായിരുന്നു ഇവിടെ പറയപ്പെടുന്ന ഈ ആട്ടിൻകുട്ടി അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നിത്യതയിൽ മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മുൻകൂട്ടി ഒരുക്കിയ ഈ ആട്ടിൻകുട്ടിയെ ദൈവത്തിന് 1 സംവത്സരം 1000 സംവത്സരം പോലെയും 1000 സംവത്സരം 1 സംവത്സരം പോലെ ഇരിക്കുന്നുവെന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ആദാം മുതൽ ഈ ഡോക്ടർ അങ്കന്റെ കണക്കനുസരിച്ച് BC 4004 മനുഷ്യ സൃഷ്ടി എന്ന് വിവക്ഷിക്കപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ BC 4004 മുതൽ യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് വിശ്വസിക്കപ്പെടുന്ന BC 4 വരെയുള്ള കാലഘട്ടം മൊത്തം 4000 സംവത്സരങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ 4 ദിവസം എന്ന് പറയാം. ദൈവത്തിന് 1000 സംവത്സരം 1 ദിവസം പോലെയും 1 സംവത്സരം 1000 ദിവസം പോലെയും ഇരിക്കുന്നു. അപ്പൊ മനുഷ്യ സൃഷ്ടി മുതൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരെയുള്ള കാലഘട്ടം വളരെ വ്യക്തമായി പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. അത് 4000 വർഷം സമം 4 ദിവസം. നിത്യതയിൽ പാപപരിഹാരത്തിനായി വേർതിരിക്കപ്പെട്ട പെസഹായാഗമായ ക്രിസ്തുവിനെ 14-ാം ദിവസം, അതായത് 4 ദിവസം വരെ സൂക്ഷ്മമായി വേർതിരിച്ച് സൂക്ഷിക്കണം. അതിന് വല്ല ഊനവും ഉണ്ടോ എന്ന് കൃത്യമായി പരിശോധിച്ച് അറിയാനാണ് അത് അവിടെ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഊനമുണ്ടോ എന്നറിയാൻ വേണ്ടി 4 ദിവസം സൂക്ഷ്മമായി പരിശോധന ചെയ്തിട്ട് യാതൊരു ഊനവുമില്ലെന്ന് അറിഞ്ഞ ശേഷമാണ് 14-ാമത്തെ ദിവസം സന്ധ്യായാഗ സമയത്ത് അതിനെ അറക്കുന്നത്. മനുഷ്യചരിത്രത്തിന്റെ 4000 വർഷക്കാലം നിത്യതയിൽ മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി സ്വർഗം വേർതിരിച്ച ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടായ കർത്താവായ യേശുവിനെ പിതാവായ ദൈവം കാലത്തിലൂടെ സൂക്ഷ്മമായ പരിശോധന ചെയ്തു. കാലാന്ത്യത്തിൽ പിതാവായ ദൈവം തന്നെ അവനെ കൊള്ളാവുന്നവനാണ് എന്ന് സാക്ഷിച്ചു. 2 പ്രത്യേക വേദഭാഗങ്ങൾ ഞാൻ സൂചിപ്പിക്കട്ടെ. 1 മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഹന്നാന്റെ കരങ്ങളുടെ കീഴിലുള്ള സ്നാനത്തോട് ബന്ധപ്പെട്ടാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ പിതാവായ ദൈവം അവനെ വളരെ വ്യക്തമായി സാക്ഷിക്കുകയാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന പെസഹ കുഞ്ഞാടിനെ പാപരഹിതനായി ഊനമില്ലാത്തവനായി ദൈവത്തിന്റെ കുഞ്ഞാട് നിലയിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി അറുക്കപ്പെടുവാൻ യോഗ്യനായ കുഞ്ഞാടാണെന്ന് വളരെ വ്യക്തമായി പിതാവായ ദൈവം സാക്ഷിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ് 2-ാമത്തെ ഭാഗം. മറുമലയിൽ കർത്താവായ യേശു തന്റെ അരിമ ശിഷ്യന്മാരായ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്ന് അവരുടെ മുമ്പാകെ രൂപാന്തരപ്പെട്ടപ്പോൾ മോശയും ഏലിയാവും സ്വർഗത്തിൽ നിന്ന് അവിടെ പ്രത്യക്ഷരായി. അവിടെ വെച്ച് കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പിതാവായ ദൈവം ആവർത്തിച്ച് ഒരു പ്രഖ്യാപനം ചെയ്തു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവനെ ചെവി കൊടുപ്പീൻ. അങ്ങനെ അവന്റെ സ്നാനസമയത്ത് യോർദാൻ കരയിൽ വെച്ചും അതുപോലെ മറുമലയിൽ വെച്ചും കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് പിതാവായ ദൈവം തന്നെ മനുഷ്യചരിത്രത്തിന്റെ 4000 വർഷവും, അതായത് നിത്യത മുതൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണ സമയം വരെയുള്ള കാലഘട്ടത്തെ വ്യക്തമായി പിതാവായ ദൈവം നിരീക്ഷിച്ചിട്ട് പറഞ്ഞു,
ഇവൻ അറുക്കപ്പെടുവാൻ യോഗ്യനായ ദൈവത്തിന്റെ കുഞ്ഞാടാണ് എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് നമ്മൾ പുറപ്പാട് പുസ്തകം 1 വായിക്കുന്നത്, ഈ പെസഹ കുഞ്ഞാടിനെ വേർതിരിച്ചിട്ട് എന്ത് ചെയ്യണം? വളരെ വേർതിരിച്ച ശേഷം 10-ാം തീയതി വേർതിരിച്ച് 14-ാം തീയതി വരെ സൂക്ഷിച്ചിട്ട് 14-ാം ദിവസം സന്ധ്യാസമയത്ത് അതിനെ അറുക്കണം. ഓരോ ഇസ്രായേലിനും ആ ഇസ്രായേലിന്റെ വീടുകളിലുള്ള ആളുകളുടെ എണ്ണത്തിന് ഒത്തവണ്ണം 1 വയസ്സ് പ്രായം ഉള്ള ഊനമില്ലാത്ത ഈ ആട്ടിൻകുട്ടിയെ സന്ധ്യായാഗ സമയത്ത് അറുക്കണം. അങ്ങനെ സന്ധ്യായാഗ സമയത്ത് അറുക്കപ്പെട്ടത് നമ്മളെ പൗലോസിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യുഗാന്ത്യത്തിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിൽ യാഗമായി ഭവിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ വ്യക്തമായ ചിത്രമാണ്. ഒരു ന്യായപ്രമാണ യുഗത്തിന്റെ അന്ത്യത്തിലാണ് ദൈവത്തനായ യേശു ക്രിസ്തു ദൈവത്തിന്റെ പെസഹ യാഗമായി അർപ്പിക്കപ്പെട്ടത്. എന്നിട്ട് നാം വായിക്കുന്നു, ആ യാഗമൃഗത്തിന്റെ രക്തം ഓരോ ഇസ്രായേലിനും പാർക്കുന്ന കട്ടളക്കാൽ 2 അവൻ പാർക്കുന്ന വീടിന്റെ കുറുമ്പടിമേലും, താഴത്തെ പടിയിലല്ല, കുറുമ്പടിമേൽ, മേളത്തെ കുറുമ്പടിമേലും അത് പുരട്ടണം. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാം വാക്യമാണ് അതിന്റെ വിശദീകരണം. ദൈവപുത്രനെ ചവിട്ടിക്കളയുകയും ദൈവം വിശുദ്ധീകരിച്ച നിയമരക്തത്തെ മല്ലമെന്ന് നിരൂപിക്കുകയും ചെയ്തവൻ, കൃപയുടെ ആത്മാവിനെ നിരാകരിക്കുന്നവൻ എത്ര കഠിനമേറിയ ശിക്ഷയ്ക്ക് പാത്രീഭവിക്കും എന്നറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് ചവിട്ടുപടിമേൽ അത് പുരട്ടിയില്ല, കട്ടളക്കാൽ 2 അതിന്റെ കുറുപടിമേലും ആ രക്തം പുരട്ടി. ആ രക്തം വാണ് അർദ്ധരാത്രിയിൽ മിസ്രൈമിൽ ഉണ്ടാകുവാൻ പോകുന്ന കടിഞ്ഞൂൽ സംഹാരത്തിൽ നിന്ന് ഓരോ ഇസ്രായേലിനെയും വിടുവിച്ചത്. അപ്പൊ ഈ സംഭവം വളരെ വ്യക്തമായി ഒരു രൂപകം എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ചിത്രം എന്ന നിലയിൽ ഇസ്രായേലിന്റെ വിടുതലിന് വേണ്ടി ദൈവം അവർക്ക് നൽകിയ ഒരു ചരിത്ര സംഭവമായി ദൈവം അവരെ പരിപാലിപ്പിച്ചു. അങ്ങനെ മിസ്രൈമിൽ നിന്ന് നാം വായിക്കുന്നു, പെസഹായാലും ചോരത്തെളിയാലും, അതായത് പെസഹയുടെ ആചരണത്താലും അറുക്കപ്പെട്ട മൃഗത്തിന്റെ രക്തത്തിന്റെ തളിപ്പ് മുഖാന്തരമായും ഇസ്രായേൽ അത്ഭുതകരമായി മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. അങ്ങനെ അവരെ ചെങ്കടൽ കടന്നു, അവരെ പാറാൻ മരുഭൂമിയിലേക്ക് പ്രവേശിച്ചു. അപ്പൊ അവരുടെ വീണ്ടെടുപ്പിന് ആധാരമായി ഭവിച്ചത്, അടിസ്ഥാനമായി ഭവിച്ചത് തങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെട്ട ഈ പെസഹ കുഞ്ഞാടായിരുന്നു. അന്ന് മുതൽ ഇസ്രായേൽ തങ്ങളുടെ ജീവിതകാല ചരിത്രം മുഴുവനും ആണ്ടുതോറും ആചരിച്ചു വന്ന 7 ഉത്സവങ്ങളിൽ അതിപ്രധാനമായി ഓർത്തു വന്ന ഒരു ഉത്സവമാണ് പെസഹയുടെ ഉത്സവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പെസഹയുടെ പെരുന്നാള് എന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശു യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ തന്റെ ശിഷ്യന്മാരുമൊത്ത് ഈ പെസഹ ആചരിച്ചതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പെസഹയുടെ ആചരണത്തിന് ശേഷമാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ മരണത്തിന്റെയും അടക്കത്തിന്റെയും ഓർമ്മയെ പിന്നീട് ശിഷ്യന്മാര് ആവർത്തിച്ച് ഓർക്കുവാനായിട്ടുള്ള ക്രൈസ്തവ അനുഷ്ഠാനമായ കർത്താവിന്റെ മേശ യേശു ക്രിസ്തു സ്ഥാപിക്കുന്നത്. ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നില്ല. പെസഹ കർത്താവായ യേശു ആചരിച്ചു. എന്തിനാണ് യേശു പെസഹ ആചരിച്ചത് എന്ന് ചോദിച്ചാൽ, വളരെ ചുരുക്കമായി ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ പറയാം, ന്യായപ്രമാണത്തെ നീക്കിക്കളയാനല്ല, അതിനെ നിവർത്തിപ്പാൻ അത്ര ഞാൻ വന്നത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞു. അപ്പോൾ പെസഹ ഓരോ ഇസ്രായേലിനും ആചരിക്കേണ്ട ഉത്സവമായിരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ താനും ഇസ്രായേൽ വംശാവലിയിൽ യഹൂദ ഗോത്രത്തിൽ ദാവീദിന്റെ സിംഹാസനത്തിന്റെ അവകാശിയായി യഹൂദ ഗോത്രത്തിൽ ജനിച്ചവനാകിയാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിതനായ പെസഹ കുഞ്ഞാട് ആകിയാൽ കർത്താവായ യേശു എന്ത് ചെയ്തു? യഹൂദന്മാരോട് ചേർന്ന്, അല്ലെങ്കിൽ ശിഷ്യന്മാരോട് ചേർന്ന് ആ പെസഹ ആചരിച്ചു. ഈ പെസഹ നിങ്ങളോടുകൂടി ആചരിക്കുവാൻ ഞാൻ അത്യന്തം കാക്ഷിച്ചു എന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാർ പറഞ്ഞു. അതിനെ അന്ത്യ പെസഹ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ ആ പെസഹ ആചരണത്തിന് ശേഷം പിന്നീട് സിഹിയോൻ മാളികമുറിയിൽ നിന്ന് യേശു ക്രിസ്തു ഇറങ്ങി അവിടുന്ന് തന്റെ ശിഷ്യന്മാരുമായി താൻ കെദ്രോൻ തോട് കടന്ന് ഗത്സമന തോട്ടത്തിലേക്ക് വരുന്ന ഒരു രംഗമാണ് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയുള്ള സംഭാഷണങ്ങൾ. അപ്പൊ 13-ാം അധ്യായത്തിൽ സിഹിയോൻ മാളികമുറിയിൽ വെച്ച് യേശു ക്രിസ്തു പെസഹ ആചരിച്ചു. അതിനുശേഷം ശിഷ്യന്മാരുമായി താന് അവിടുന്ന് ഇറങ്ങി യാത്ര ചെയ്ത് കെദ്രോൻ തോട് കുറുക്ക് കടന്ന് ഗത്സമന തോടിലേക്ക് വന്നു. അവിടെ വെച്ചാണ് യേശു പിടിക്കപ്പെടുന്നത്. അവിടുന്ന് യേശുവിനെ നാം വായിക്കുന്നു, യേശു പിലാത്തോസിന്റെ അടുക്കിലേക്കും മാറി മാറി ഹെരോദാവിന്റെയും പിലാത്തോസിന്റെയും ഹന്നാവിന്റെയും കയ്യഫാവിന്റെ അടുക്കിലേക്കും മാറി മാറി വിസ്താരത്തിനായിട്ട് കൊണ്ടുവരപ്പെട്ടതായും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വാസ്തവത്തില് ഈ പെസഹായുടെ ആചരണം എന്ന് പറയുന്നത്
ഇസ്രായേലരുടെ മിസ്രൈമിൽ നിന്നുള്ള വീണ്ടെടുപ്പിന് വേണ്ടി ദൈവം യാഗമായി തരും, അല്ലെങ്കിൽ അറുക്കപ്പെടുവാൻ ദൈവം ഏൽപ്പിച്ച ഒരാട്ടിൻകുട്ടിയുടെ മരണത്തെ, ചരിത്രപരമായിരുന്ന മരണത്തെ സൂചിപ്പിക്കുകയാണ്. അതിന്റെ പൊരുളെന്ന നിലയിലാണ് പിന്നീട് അപ്പോസ്തലനായ പൗലോസ് പറയുമ്പോൾ നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു, ക്രിസ്തു തന്നെ എന്ന് കൊരിന്ത്യലേഖനത്തിൽ സ്ഥാപിക്കുന്നത്. ഇനി ആ മാംസം എങ്ങനെ ഭക്ഷിക്കണം? അവർ കയ്പ് ചീരയോടുകൂടെ തീയിൽ ചുട്ടതായി ഈ മാംസം ഭക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അർദ്ധരാത്രിയിൽ സംഹാരകൻ ഇസ്രായേൽ ദേശത്തെ മുഴുവൻ സന്ദർശിക്കുമ്പോൾ ഈ രക്തം അടയാളമായി കണ്ട ഇസ്രായേലിയ ഭവനങ്ങളെ എല്ലാം സംഹാരദൂതൻ വിട്ടുമാറുകയും രക്തം അടയാളമായി കാണാത്ത മിസ്രൈമിലെ ഏറ്റവും ദരിദ്രത തുടങ്ങി ധനവാൻ വരെയുള്ള ആളുകളുടെ, ഫറവോന്റെ കൊട്ടാരത്തിൽ വരെയുള്ള ആളുകളുടെയും ആദിജാതന്മാരും മൃഗങ്ങളുടെയും മനുഷ്യരുടെയും കൊല്ലപ്പെടുകയും ചെയ്തു എന്ന് വായിക്കുന്നു. അപ്പൊ മഹാസംഹാരത്തെയും മഹാവിടുതലിനെയും ലോകത്തിന് മുമ്പാകെ ചൂണ്ടിക്കാണിക്കുന്ന അനുഗ്രഹീതമായ ചരിത്ര സംഭവത്തിന്റെ ചരിത്ര ഓർമ്മയാണ് പെസഹയുടെ ആചരണം ഇസ്രായേലിയരെ സംബന്ധിച്ച്. അപ്പോൾ ഇനി വേറെ വിഷയങ്ങളുണ്ട്. ഞാൻ ഇതിന്റെ ബാക്കി വിശദമായ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, വളരെ ചുരുക്കമായി വീഡിയോ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ക്രൈസ്തവ ലോകം, നാമധേയ ക്രൈസ്തവ ലോകം പെസഹ ആചരിക്കുന്നു. പള്ളികളിലൊക്കെ അപ്പോസ്തോലിക സഭകളിൽ അല്ലെങ്കിൽ എപ്പിസ്കോപ്പൽ സഭകളിൽ ഇന്ന് എല്ലാ പള്ളികളിലും ആംഗലേയ ലോകത്തും അതുപോലെ ഭാഷാ ലോകത്തും അതാത് വിശ്വാസികൾ അവരുടെ ഇടവകളിൽ പള്ളികളിൽ പോയിട്ട് ഇന്ന് പെസഹയുടെ ആചരണം ആചരിച്ച ശേഷമാണ് അവർ വന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ മാർത്തോമാക്ക പള്ളിയിലായിരുന്ന സമയത്ത് പെസഹയുടെ അപ്പം ഉണ്ടാക്കുന്ന ഒരു പാരമ്പര്യം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങളുടെയൊക്കെ അമ്മമാര് അന്നത്തെ കാലത്ത് പ്രയാസ കാലഘട്ടങ്ങളിൽ അവര് സുരുക്കുട്ടി വെച്ചുള്ള അല്പം പൈസ കൊണ്ട് മനോഹരമായ വട്ടയപ്പവും കാര്യങ്ങളും ഒക്കെ പെസഹയുടെ അപ്പം ഉണ്ടാക്കി അത് ഞങ്ങൾക്ക് തരികയും അയൽവാസികളായ ആൾക്ക് അത് കൊടുക്കുകയും ഇത് യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരുമായി ഒന്നിച്ചുകൂടി ആചരിച്ച പെസഹയുടെ ഓർമ്മയാണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതി ആ കാലത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ചോദ്യം, രക്ഷിക്കപ്പെട്ട വിശ്വാസികളായി നമുക്ക് ഇനി ഈ പെസഹയുടെ ആചരണം ആവശ്യമാണ്. ഒന്നാമത്തെ ഉത്തരം, നമ്മൾ യഹൂദന്മാരല്ല, പെസഹയുടെ ആചരണം നമുക്കല്ല, ഇസ്രായേലിയർക്കാണ് നൽകിയത്. രണ്ട്, ഇസ്രായേലിയർക്കും ഇസ്രായേലിലെ അടിമത്തത്തിൽ വിടുതലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ പെസഹ ആചരണം ദൈവം അവരെ ഫലമേൽപ്പിച്ചത്. അത് അവരുടെ ജീവിതത്തിന്റെ ചരിത്രത്തിന്റെ ആദ്യത്തെ മാസമായി, ആദ്യത്തെ ദിവസമായി ആരംഭം കുറിക്കുന്ന ഒരു സംഭവമായിട്ടാണ് യഹൂദ ചരിത്രത്തിൽ അതിരിക്കുന്നത്. ഒരു ക്രിസ്തീയ വിശ്വാസിയെ സംബന്ധിച്ച് അവന്റെ ക്രൈസ്തവ വിശ്വാസ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്ന ദിവസം എന്ന് പറയുന്നത് അവൻ പെസഹ കുഞ്ഞാടായി കാൽവറിയിൽ അറുക്കപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് കൂടിയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ 9ാമത്തെ വയസ്സിൽ ഇതിനു മുമ്പ് പലയാവർത്തി ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഒരു സൺഡേ സ്കൂൾ ഹൈസ്കൂൾ അധ്യാപകന്റെ ശുശ്രൂഷയുടെ പരിണിതഫലമായി കർത്താവായ യേശു ക്രിസ്തു എന്ന മനുഷ്യവർഗത്തിനു വേണ്ടി കാൽവലിയിൽ യാഗമായി സമർപ്പിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു എന്ന പെസഹ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തത്താലുള്ള വീണ്ടെടുപ്പിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുവാൻ എനിക്ക് ഇടയായി. ഞാൻ ആ രാത്രിയിലാണ് രക്ഷിക്കപ്പെട്ടത്. അന്നാണ് ഈ ആണ്ടുകളുടെ ആരംഭമായി എന്റെ ജീവിതത്തിൽ ആദ്യ ദിവസമായി ദൈവം എണ്ണാൻ തുടങ്ങിയത്. അതിനു മുമ്പ് തന്നെ ഞാൻ ജനിച്ചിരുന്നു. 1960 ഞാൻ ജനിച്ചു. എന്നാൽ 69 ഈ കർത്താവായ യേശുവിനെ രക്ഷിതാവ് കർത്താവുമായി സ്വീകരിപ്പാൻ ഇടയായി തീർന്നത്. അന്നാണ് എന്റെ ജീവിതത്തിലെ ആണ്ടുകളുടെ ആരംഭമായി, 1-ാം മാസമായി, 1-ാം ദിവസമായി എന്റെ ക്രിസ്തീയ ജീവിതം സമാരംഭിച്ചത്. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവത്തിനെ സംബന്ധിച്ച് ഇന്ന് അക്ഷരികമായി ഒരു പെസഹയുടെ ആചരണം അവന് ആവശ്യമില്ല. എന്നാൽ പെസഹയുടെ അനുഭവം എന്താണെന്നുള്ളത് അവൻ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. പെസഹയുടെ ആചരണം ആവശ്യമില്ല എന്ന് പറഞ്ഞത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൗലോസ് തന്നെ ഉത്തരം പറയുന്നു. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. പെർഫെക്റ്റ് ടെൻസിലാ പറയുന്നത്. അതുകൊണ്ട് ഇനിയും അതിന് ആവർത്തിച്ചൊരു അറുക്കപ്പെടലിന്റെ ആവശ്യമില്ല. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ദൈവം നിയോഗിച്ച ദൈവത്തിന്റെ കുഞ്ഞാടായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി അറുക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി അവിടുന്ന് യാഗമായി അറുക്കപ്പെട്ടത് കൊണ്ട് എന്തോ സംഭവിച്ചു? അവന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പുണ്ടായി. ഇസ്രായേലിയർക്ക് തങ്ങൾ പാർത്തു വന്ന വീടിന്റെ കട്ടളക്കാൽ രണ്ടിന്മേലും കുറുമ്പടിമേലും അറുത്ത യാഗമൃഗത്തിന്റെ രക്തം പുരട്ടുകയും ആ രക്തം കണ്ടപ്പോൾ സംഹാരകൻ ആ വീടിനെ വിട്ട് മാറിപ്പോവുകയും ചെയ്തതുപോലെ കർത്താവായ യേശു എന്ന ദൈവത്തിന്റെ പെസഹ കുഞ്ഞാടിൽ അവൻ നമുക്ക് വേണ്ടി അർപ്പിച്ച കാൽവരി യാഗത്തിൽ വ്യക്തിഗതമായി നാം വിശ്വസിച്ചപ്പോൾ നമ്മുടെ പേരുണ്ടായിരുന്ന മരണഭീതി ഓടിമാറുകയും മരണദൂതൻ നമ്മെ വിട്ട് അകലുകയും
യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നമുക്ക് വീണ്ടെടുപ്പ് സാധിപ്പിക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഇന്ന് നമ്മള് പെസഹായുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്, അതിന്റെ ആചരണത്തിൽ ജീവിക്കുന്നവരല്ല. പെസഹയുടെ അനുഭവത്തിൽ ജീവിക്കുന്നവരാണ്. അപ്പൊ ഇസ്രായേൽ മക്കൾ ആചരിച്ച ഈ പെസഹ കുഞ്ഞാട് അവരുടെ വീണ്ടെടുപ്പിനും വിടുതലിനും മാർഗമായി ദൈവം ഉണ്ടാക്കിയ ഉപാധിയായിരുന്നു. അത് അവർ ആവർത്തിച്ച് ഓർക്കണമായിരുന്നു. ഇസ്രായേൽ മക്കളും ഇസ്രായേൽ ദേശത്തു നിന്ന് പുറപ്പെട്ട് മരുഭൂമിയിലും പിന്നെ വാഗ്ദദേശമായ കനാൻ ദേശത്തും അവർ സെറ്റിൽ ആയ ശേഷവും അവരാണ്ടുതോറും ഈ പെസഹയുടെ ആചരണം അവരെ അനുഷ്ഠിക്കേണ്ടതായിരുന്നു. അതവർക്ക് ദൈവം എങ്ങനെയാണ് മിസ്രയീമിൽ നിന്ന് പെസഹയും ചോരത്തളിയും മുഖാന്തരമായി അവരെ വിടുവിച്ചത് എന്നുള്ളതിന്റെ ആത്മീയമായ ഓർമ്മ അവൽ പുതുക്കുന്ന ഒരു ചരിത്ര സംഭവമായിരുന്നു. എന്നാൽ നമുക്ക് ഈ പെസഹയുടെ രാത്രിയിൽ നമ്മുടെ കർത്താവായ യേശു തന്റെ ശിഷ്യന്മാരുമായി ന്യായപ്രമാണത്തിന്റെ നിവർത്തി എന്ന നിലയിൽ ന്യായപ്രമാണത്തിന്റെ ഒരു ഭാഗവും ലംഘിക്കാതെ അതിനെ നിവർത്തിക്കാൻ വന്ന ദൈവകുഞ്ഞാടായ യേശു ക്രിസ്തു നിലയിൽ അവിടുന്ന് ശിഷ്യന്മാരുടെ സെഗിയോൻ മാളിമുറിയിൽ ഈ പെസഹ ആചരിച്ചു. പെസഹയുടെ ആചരണത്തിന് ശേഷമാണ് കർത്താവായ യേശു അപ്പവും വീഞ്ഞും എടുത്ത് വാഴ്ത്തി പിതാവായ ദൈവത്തെ വാഴ്ത്തി ശിഷ്യന്മാർ കൊടുത്തിട്ട് ഇത് നിങ്ങൾക്കായി തകർക്കപ്പെടുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇതിൽ നിന്ന് ഭക്ഷിപ്പീൻ എന്നും ഇത് നിങ്ങൾക്കായി ചെറിയപ്പെടുന്ന പുതിയ നിയമത്തിൽ എന്റെ രക്തം ഞാൻ വരുവോളം ഇതിന്ന് കുടിപ്പീൻ എന്നും പറഞ്ഞ് ഒരു വലിയ ശുശ്രൂഷ ശിഷ്യന്മാരെ ഏൽപ്പിച്ചത്. അത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെസഹ യാതൊന്നിന്റെ പ്രതീകമായിരുന്നുവോ അതുപോലെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണവും അവന്റെ വീണ്ടെടുപ്പിന്റെ പ്രവൃത്തിയും നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ചരിത്രത്തിലെ ഒരു അനുഷ്ഠാനമായി കർത്താവ് തന്റെ മേശയെ സ്ഥാപിച്ചു. അപ്പൊ വാസ്തവത്തില് നമ്മളിന്ന് പെസഹയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ ഭരിക്കേണ്ട ചിന്ത കർത്താവായ യേശു നമുക്ക് വേണ്ടി എന്തായി തീർന്നു. രണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം നമുക്ക് എന്ത് പ്രയോജനമുണ്ടായി. മൂന്ന്, പെസഹയുടെ ആത്യന്തികമായ അർത്ഥം എന്താണ്. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ ബലിമരണത്തിന്റെ പ്രതീകമാണ്. അപ്പൊ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ കുഞ്ഞാടായി കാൽവരിലെ ക്രൂശിൽ അവൻ എന്ത് ചെയ്തു? ദൈവത്തിന്റെ പെസഹ യാഗമായി മാറി. അപ്പോൾ വാസ്തവത്തില് യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ നമുക്ക് ലഭിച്ച ഈ വലിയ വീണ്ടെടുപ്പിനെയാണ് ഇന്ന് വാസ്തവത്തിൽ നാം ഓർക്കുന്നത്. അല്ലാതെ ഇസ്രായേൽ മക്കൾ ആചരിച്ച അക്ഷരീകമായ പെസഹയെ അല്ല. യഹൂദന്മാർക്ക് ഒരു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു ആചരണം അനിവാര്യമായിരുന്നു. നമ്മെ സംബന്ധിച്ച് നമ്മളെ മതത്തിന് അതീതരാണ്. കർത്താവായ യേശു ക്രിസ്തു എന്ന ദൈവ കുഞ്ഞാട് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ പെസഹയായി, നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു തന്നെ ദൈവത്തിന്റെ പെസഹയായി നമുക്ക് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവറിയിലെ ഗോൽഗോഥായിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ നമുക്ക് വേണ്ടി അവിടുത്തെ തിരുശരീരം ഇഞ്ചിഞ്ചായി തകർക്കപ്പെടുകയും അവിടുത്തെ പരിപാവനമായ രക്തം നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി ക്രൂശിൽ ചൊരിയപ്പെടുകയും ചെയ്തു. അവിടുത്തെ വിലയേറിയ ശരീരത്തിന്റെ തകർച്ചയും അവിടുത്തെ വിലയേറിയ രക്തച്ചൊരിച്ചിലിനെയും നമ്മെ ഓർപ്പിക്കുന്ന അനുഗ്രഹീതമായ സത്യമാണ്, അനുഷ്ഠാനമാണ് കർത്താവ് സ്ഥാപിച്ച സിയോൻ മാളികളിൽ തന്നെ പെസഹ അനന്തരം സ്ഥാപിച്ച കർത്താവിന്റെ മേശ അല്ലെങ്കിൽ തിരുവത്താഴം എന്ന് പറയുന്നു. അപ്പൊ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ പര്യവസാനിപ്പിക്കുന്നു, ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ലോകവ്യാപകമായി പെസഹയുടെ അപ്പം തിന്നുകയും പെസഹയ്ക്ക് വേണ്ടി ഇന്ന് പള്ളികളിൽ പോവുകയും പെസഹ ആചരിക്കുകയും ചെയ്തിട്ടുള്ള ക്രൈസ്തവ വിശ്വാസ സമൂഹത്തോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പെസഹ കുഞ്ഞാട് അറുക്കപ്പെട്ടിരിക്കുന്നു. എപ്പോൾ? 2000 വർഷങ്ങൾക്ക് മുമ്പ്. അവിടുത്തെ പെസഹ കുഞ്ഞാടായ ക്രിസ്തുവിന്റെ യാഗമരണത്താൽ നമ്മുടെ വീണ്ടെടുപ്പ് എന്നേക്കും സാധിപ്പിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി യാതൊരു പ്രവൃത്തിയും നാം ചെയ്യേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് എബ്രായലേഖകൻ പറയുന്നത്. അവന് ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഏകയാഗത്താൽ സദാകാലത്തേക്കുമുള്ള സൽഗുണ പൂർത്തി വരുത്തിയ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിലെ ബലിമരണത്തിന്റെ നല്ല ഓർമ്മ നമ്മുടെ ഹൃദയങ്ങളിൽ തരുന്ന മനോഹരമായ ദിവസമാണ് ഈ പെസഹ വ്യാഴം. ഈ ആചരണത്തിന് ശേഷം യേശു പോയത് ക്രൂശീകരണത്തിനായിട്ടാണ്. ഇനി നാളെ ദുഃഖവെള്ളി എന്ന പേരിൽ ക്രൈസ്തവ ലോകം ആചരിക്കുന്ന മനോഹരമായ മറ്റൊരു ദിവസമാണ്. ഇംഗ്ലീഷ് ലോകത്ത് ഗുഡ് ഫ്രൈഡേ എന്നും മലയാള ലോകത്ത് ദുഃഖവെള്ളി എന്നും ഓമന പേരുകൾ അറിയപ്പെടുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവരിയിലെ മരണം. ആ മരണം എന്ന് പറയുന്നത്
നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു. 4 കാര്യങ്ങൾ ആ ബന്ധത്തിൽ ഓർപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ രീതി, അത് ക്രൂശീകരണമായിരുന്നു. മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം 35-ാം വാക്യം. അവർ തലയോടം എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ, ഗോൽഗോഥ മലമുകളിൽ തലയോടം എന്ന പേരുള്ള സ്ഥലത്ത് 2 കള്ളന്മാരുടെ നടുവിൽ അവനെ ക്രൂശിച്ചു എന്ന് മത്തായി സുവിശേഷം പറയുന്നു. ആ കാര്യം വളരെ വ്യക്തമായി പഴയ നിയമത്തിൽ സൂചകമായി നൽകിയിട്ടുണ്ട്. സംഖ്യാപുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. ഇസ്രായേൽ മക്കൾ ദൈവത്തോട് നിരന്തരമായി പിറുപിറുക്കുകയും പാപം ചെയ്യുകയും ചെയ്തു. അപ്പൊ ദൈവം അവരുടെ പാപത്തിന് എതിരെ അഗ്നിസർപ്പങ്ങളെ അവരുടെ ഇടയിൽ അയച്ചു. അഗ്നിസർപ്പങ്ങൾ അവരെ കടിച്ചു. അവരെ ഒന്നൊന്നായി പട്ടു വീഴുവാൻ തുടങ്ങി. മോശ ദുഃഖിതനായി, കർത്താവായ ദൈവമേ, നീ ജനത്തെ രക്ഷിക്കണം, അല്ലെങ്കിൽ നീ എഴുതിയിട്ടുള്ള നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായ്ച്ചു കളയണം, അല്ലെങ്കിൽ എന്നെ അങ്ങ് എടുത്തുകൊള്ളണം എന്ന് മോശ പ്രാർത്ഥിച്ചു. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, നീ എന്ത് ചെയ്യുക, ഒരു പിച്ചള കൊണ്ട് ഒരു താമ്ര സർപ്പത്തെ ഉണ്ടാക്കി ആ ഒരു കൊടിമരത്തിന്മേൽ അതിനെ തൂക്കുക. ഇനിമേൽ സർപ്പദംശനം ഉണ്ടായിട്ട് ആരെങ്കിലും ഈ സർപ്പത്തെ നോക്കിയാൽ അവൻ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ട് ഒരു സർപ്പത്തെ ഉണ്ടാക്കി അതിനെ ഒരു കൊടിമരത്തിന്മേൽ മരുഭൂമിയിൽ തൂക്കി. പിന്നീട് സർപ്പം കടി ഏറ്റ ആളുകളെല്ലാം ഈ താമ്ര സർപ്പത്തെ നോക്കി അവർ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു എന്ന് വായിക്കുന്നു. പണ്ട് ചെറിയ സാറിന്റെ പാഠനകത്ത് രിപുവാം പാമ്പിലും ധ്വംസനം ഏറ്റു മരിച്ചവർക്കെല്ലാം ഉയിരേകും, മധുരം മധുരം മനോഹരം നൽ തേനിലും മധുരം തിരുവചനം എന്നൊരു പാട്ടുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 14-ാം വാക്യത്തിൽ കർത്താവായ യേശു സംഖ്യാപുസ്തകത്തിൽ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ഈ താമ്ര സർപ്പത്തെ കുറിച്ച് ഒരു പ്രഖ്യാപനം പറയുണ്ടായി. അത് നിക്കോദിമോസുമായുള്ള തന്റെ സംഭാഷണമാണ്. യേശു ഇങ്ങനെ പറഞ്ഞു, മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. ക്രിസ്തുവിന്റെ മരണത്തിന്റെ മെതേഡ് ക്രൂശീകരണമായിരുന്നു. ക്രിസ്തു ഉയർത്തപ്പെട്ടത് കാൽവറിയിലെ ക്രൂശിൽ ആയിരുന്നു. കർത്താവിന്റെ മരണം ഏറ്റവും അപമാനകരമായ ഒരു മരണമായിരുന്നു. നാം എബ്രായലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ നാം ഇങ്ങനെ വായിക്കുന്നു, തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. ലോക ചരിത്രത്തിലെ ഏറ്റവും അപമാനകരമായ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഹീനകരമായ മരണമാണ് കർത്താവായ യേശു മനുഷ്യവർഗത്തിന് വേണ്ടി കൈക്കൊണ്ടത്. 3ാമത് ആ മരണത്തെക്കുറിച്ച് പറയുന്നത് അത് ഒരു ശാപ മരണമായിരുന്നു. നാം ലേവ്യ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ അതേ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പൗലോസ് പറയുകയാണ്, മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏവനും ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിക്കുന്ന പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപം ആയിത്തീർന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം അത് എങ്ങനെയുള്ള മരണമായിരുന്നു? ക്രൂശമരണമായിരുന്നു. മോശ മരുഭൂമിയിൽ പിച്ചളസർപ്പത്തെ ഉയർത്തിയത് അതിന്റെ ഒരു മുന്നോടിയായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണം ഏറ്റവും അപമാനകരമായ മരണമായിരുന്നു. അത് ഏറ്റവും ഹീനകരമായ മരണമായിരുന്നു. അത് മനുഷ്യവർഗത്തിന്റെ പാപവും ശാപവും ചുമന്നുള്ള മരണമായിരുന്നു. മരത്തിന്മേൽ തൂങ്ങുന്നവൻ ഏറ്റവും ശപിക്കപ്പെട്ടവനാണ്. ശാപമരണമായിരുന്നു എന്ന് ഗലാത്യർ 3:13 വായിക്കുന്നു. യേശു ക്രിസ്തു തന്നെത്താൻ മരിച്ചതാണ്, അല്ലാതെ ആരും അവനെ മരണത്തേക്ക് തള്ളിയിട്ടതല്ല. കർത്താവ് പറഞ്ഞു, എന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുവാനും അതിനെ തിരികെ പ്രാപിക്കുവാനും എനിക്ക് അധികാരമുണ്ട്. അത് കർത്താവ് പറയുമ്പോൾ യോഹന്നാൻ 10:18 യേശു പറഞ്ഞത്, ഞാൻ എന്റെ ജീവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു, അതിനെ തിരികെ പ്രാപിക്കുവാൻ എനിക്കും അധികാരമുണ്ട്. എന്തിനു വേണ്ടിയാണ് യേശു മരിച്ചത്? മനുഷ്യവർഗം അനുഭവിക്കേണ്ടിയ പാപത്തിന്റെ ഫലമായ മരണത്തിൽ നിന്ന് മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ കർത്താവായ യേശു തന്റെ തിരുശരീരം മരണത്തിനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. ലോക ചരിത്രത്തിൽ തന്റെ സ്വന്തം മരണത്താൽ മരണത്തെ എന്നേക്കുമായി തോൽപ്പിച്ചുകൊണ്ട് മരണത്തിന്മേൽ ജയോത്സവം കൊണ്ടാടിയ ഒരേ ഒരു പുരുഷ കേസരിയേ ഉള്ളൂ. അതാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന നസ്രേത്തുകാരനായ യേശു. മരണം കൊണ്ട് മരണത്തെ സദാകാലത്തേക്കും തോൽപ്പിച്ച മനുഷ്യപുത്രൻ, അവനാണ് നസ്രയനായ യേശു. ഇനിയും അവന്റെ മരണത്തിന്റെ പ്രയോജനം എന്താണ്? അവന്റെ മരണത്തിന്റെ പ്രയോജനം നാം വായിക്കുന്നു തിമോഥെയോസിന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 10-ാം വാക്യം. അവിടെ വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകാരണമായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ മരണം, അവന്റെ മരണം സകല മനുഷ്യന്റെയും രക്ഷയ്ക്ക് മുഖാന്തരമായി ഭവിച്ചു എന്ന് വായിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ മരണം
ഒരാകസ്മികമായ സംഭവം ആയിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം യാദൃച്ഛികമായി സംഭവിച്ച ഒരു മരണമായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം മറ്റാരെങ്കിലും പ്രേരിപ്പിച്ചിട്ട് വന്നു ഭവിച്ച ഒരു ദുഃഖകരമായ അനുഭവമായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു ആത്മഹത്യയായിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ മരണം ഒരു രക്തസാക്ഷിത്വ മരണം ആയിരുന്നില്ല. വിശ്വചരിത്രത്തിൽ അങ്ങനെയുള്ള ധാരാളം മരണങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. അതായത് പരപ്രേരണ കൊണ്ട് മരണപക്ഷത്തിലേക്ക് എടുത്തിയാടിയ ആളുകൾ, നിരാശ കൊണ്ട് ജീവിതം ആത്മഹത്യ ചെയ്ത് അവസാനിപ്പിച്ച ആളുകൾ, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ തങ്ങൾ സ്നേഹിക്കുന്ന ആൾക്ക് വേണ്ടിയോ സാക്ഷിത്വം വഹിച്ച് തന്നെത്താൻ ജീവൻ ബലിയർപ്പിച്ച ആളുകൾ, ആകസ്മികമായി മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടു കൊടുത്ത ആളുകൾ, പ്രകൃതി ദുരന്തങ്ങളിലും മറ്റും മരണത്തിലകപ്പെട്ടു. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണം തികച്ചും ദൈവത്തിന്റെ മുൻനിർണയിച്ച പദ്ധതി പ്രകാരം ഉള്ള ഒന്നായിരുന്നു. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം മുൻനിർണയം ചെയ്ത തന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ മരണം എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തിയ നിലയിലാണ് നടന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: നമ്മുടെ കർത്താവായ യേശു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ അങ്ങനെ മരണം ഭൂമിയിൽ ആർക്കും ഉണ്ടായിട്ടില്ല. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തി എന്ന നിലയിലാണ് യേശുക്രിസ്തു മരിച്ചത്. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തി എന്ന നിലയിലാണ് യേശുക്രിസ്തു ജനിച്ചത്. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തി എന്ന നിലയിലാണ് യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത്. ഞാനിത് പറയുമ്പോൾ സാധാരണയായി ഒരു കഥ കൂടെ പരസ്യയോഗങ്ങൾക്ക് പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട്. നമ്മുടെ ബഹുമാനായ EK നായനാർ അവരുകൾ കേരളം ഭരിക്കുന്ന സമയത്തായിരുന്നു കേന്ദ്ര ടെലികോം മിനിസ്റ്റർ ആയിരുന്ന രാജേഷ് പൈലറ്റ് അദ്ദേഹം ഈ കേരളം സന്ദർശിച്ചത്. കേന്ദ്ര ക്യാബിനറ്റ് റാങ്ക് ഉണ്ടായിരുന്ന രാജേഷ് പൈലറ്റ് കേരളത്തിൽ വരുമ്പോൾ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിനെ മുൻകൂട്ടി അറിയിക്കുകയും സംസ്ഥാന ഗവൺമെന്റ് ക്യാബിനറ്റ് റാങ്കുള്ള ഈ മന്ത്രിക്ക് പോലീസ് സംരക്ഷണം നൽകുകയും ചെയ്യണം. പക്ഷെ അദ്ദേഹം ഒരു കാഷ്വൽ വിസിറ്റ് ചെയ്തു. സ്റ്റേറ്റ് ഗവൺമെന്റിനെ അതിന്റെ ആഭ്യന്തര വകുപ്പിനെ അറിയിച്ചില്ല. അദ്ദേഹം നാട്ടിൽ വന്നപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ആ നിലയിലുള്ള ഒരു പോലീസ് സംരക്ഷണം ലഭിച്ചില്ല. അന്ന് ബഹുമാനായ EK നായനാർ അവരുകളാണ് കേരളം ഭരിച്ചിരുന്നത്. അദ്ദേഹം ഫലിതം പറയുന്ന നല്ല ഒരു മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹം മടങ്ങിപ്പോയ ശേഷം അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ ബഹുമാനായ EK നായനാർ അവർക്ക് ഒരു ലെറ്റർ എഴുതി. അതായത് കേന്ദ്ര ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയായിരുന്നിട്ടും അങ്ങയുടെ സംസ്ഥാനത്തെ സന്ദർശിക്കാൻ ഞാൻ വന്നപ്പോൾ എനിക്ക് ആവശ്യമായ പോലീസ് സംരക്ഷണം തരാതെ പോയത് അത് പ്രോട്ടോകോൾ ലംഘനമായി പോയി എന്ന് അദ്ദേഹം എഴുതി. അന്ന് പിറ്റേ ദിവസം രാവിലെ പത്രങ്ങളിൽ വന്ന വാർത്ത വായിച്ചുള്ള പല ആളുകൾ ഒരുപക്ഷെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടാവും. അത് അന്ന് ഈ ബഹുമാനായ EK നായനാർ അവരുകൾ ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളോട് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞു: കേന്ദ്രമന്ത്രി രാജേഷ് പൈലറ്റ് അല്ല, പടച്ചവനാണെങ്കിലും പറഞ്ഞേച്ചു വേണം വരാൻ. അതായത് തിരതാര സുന്ദരമായ ബ്രഹ്മാണ്ഡ ഘടാകത്തെ ഉണ്ടാകട്ടെ എന്ന് ഉച്ചാരണം ഉളവാക്കിയ സർവശക്തനായ ദൈവം തമ്പുരാൻ തന്നെയാണ് ഈ ഭൂമിയിലേക്ക് വരുന്നെങ്കിലും എന്ത് ചെയ്യണം? പറഞ്ഞേച്ചു വേണം വരാൻ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം ഉയർന്നെഴുന്നേറ്റു. ലോക ചരിത്രത്തിൽ താന്റെ ജനനവും മരണവും പുനരുദ്ധാനവും മുൻപേ കൂട്ടി പ്രവചിച്ചിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന പ്രവചനത്തിന്റെ നിവർത്തി പോലെ ഭൂമിയെ സന്ദർശിച്ച ഒരേ ഒരുവൻ മാത്രമേ ഉള്ളൂ. അത് നസ്രയനായ യേശുവാണ്. അല്ലാതെ വേറെ ആരും അങ്ങനെ ചെയ്തിട്ടില്ല. എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തി എന്ന നിലയിലാണ് യേശുക്രിസ്തുവിന്റെ ജനന, മരണ, അടക്ക, പുനരുദ്ധാനങ്ങൾ ചരിത്രത്തിൽ അരങ്ങേറിയിട്ടുള്ളത്. അങ്ങനെ ലോകത്തിൽ ഒരു മനുഷ്യന്റെയും കാര്യം ഇന്ന് വരെയും ലോക ചരിത്രത്തിലുണ്ട്. നമ്മളൊക്കെ യാദൃച്ഛികമായി ദൈവ നിശ്ചയമനുസരിച്ച് കാലത്തിന്റെ വ്യവസ്ഥയ്ക്കൊത്തവണ്ണം നമ്മുടെ മാതാപിതാക്കളാൽ ജനിച്ചു എന്നത് സത്യമാണ്. എന്നാൽ ലോകത്തിൽ പറഞ്ഞേച്ചു വന്ന ഒരേ ഒരു പടച്ചവൻ, ആഴിയെ പടച്ചവൻ, ഊഴിയെ പടച്ചവൻ, ബ്രഹ്മാണ്ഡത്തെ പടച്ചവൻ, മനുഷ്യവർഗത്തെ പടച്ചവൻ കർത്താവായ യേശു അവൻ മാത്രമാണ് ഈ ലോകത്തിൽ പറഞ്ഞേച്ചിതാ ഞാൻ വരുന്നു, പുസ്തകത്തിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തിയായി ലോകത്തിൽ അവതരിച്ച്, എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തിയായി ലോകത്തിൽ ജീവിച്ച്, എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തിയായി ലോകത്തിൽ മരിച്ച്, എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവർത്തിയായി സ്വന്തം മരണത്താൽ മരണത്തെ സദാകാലത്തേക്ക് തോൽപ്പിച്ച് മരണത്തിന്റെ മേൽ ജയഭേരി മുഴക്കിയ ഒരേ ഒരു പുരുഷകേസരി അവനാണ് കർത്താവായ യേശു. ഇതാണ് പെസഹായുടെയും ദുഃഖവെള്ളിയുടെയും പുനരുദ്ധാനത്തിന്റെയും സന്ദേശം.
നമ്മെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ചരിത്ര സത്യം. എന്നെ കേൾക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, സഹോദരി സഹോദരന്മാരെ, ഞാൻ വളരെ വിനയത്തോടെ ഓർപ്പിക്കട്ടെ, ഈ കർത്താവായ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിക്കുന്ന ഏവർക്കും ആത്മരക്ഷ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശമരണം കൊണ്ട് ലോകത്തിൽ ഒരു മനുഷ്യനും 9 പൈസയുടെ പ്രയോജനം ഉണ്ടാവുകയില്ല. എന്ത് ചെയ്തില്ലെങ്കിൽ ക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയായിരുന്നു മരിച്ചത്, അടക്കപ്പെട്ടത്, ഉയർത്തെഴുന്നേറ്റത് എന്ന് വിശ്വസിക്കുന്നില്ല എങ്കിൽ, എന്നാൽ കർത്താവായ യേശു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടിയാണ് കാൽവരിലെ ക്രൂശിൽ എഴുതപ്പെട്ടിരിക്കുന്ന തിരുവെഴുത്തിന്റെ നിവൃത്തി എന്ന വണ്ണം മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്നതെന്ന് ഏതു മനുഷ്യർ, ഏതു പാപി ലോകത്തിന്റെ ഏത് കരയിലിരുന്ന്, എവിടെ വെച്ച് ഇരുന്ന്, ഏത് അവസ്ഥയിലിരുന്ന് വിശ്വസിക്കുന്നുവോ ആ മനുഷ്യനെ രക്ഷിപ്പാൻ യേശു ക്രിസ്തുവിന് മനസ്സുണ്ട്. കർത്താവ് പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല, അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും എന്ന് കൽപ്പിച്ചു. പ്രിയമുള്ളവരെ, ഈ കർത്താവിന്റെ കഷ്ടാനുഭവത്തിന്റെ ആത്യന്തികമായ സന്ദേശമാണ് പരിമിതമായ വാക്കിൽ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചത്. എന്നെ കേട്ട ഏതെങ്കിലും പ്രിയപ്പെട്ടവർക്ക് കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള ഈ മഹത്വപരമായിരിക്കുന്ന ആത്മരക്ഷ ജീവിതത്തിൽ ഇന്നുവരെയും സ്വായത്തമാക്കുവാൻ കഴിയാതെ ഇന്ന് നിങ്ങളുടെ പാപങ്ങൾ നിങ്ങൾ ജീവിക്കുകയും അപ്പോൾ തന്നെ നിങ്ങൾ പെസകയും ദുഃഖവെള്ളിയും അതുപോലെ തന്നെ ഈസ്റ്റർ സൺഡേയും ആഘോഷിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, പെസകയുടെ ആചരണമോ ദുഃഖവെള്ളിയുടെ അനുസ്മരണമോ ഈസ്റ്ററിന്റെ ആചാരമോ കർത്താവായ യേശുവിനെ രക്ഷിതാവായും നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രയോജനവും ചെയ്യുകയില്ല. ആകയാൽ യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചേൽപ്പിച്ച്, കർത്താവിനായി ജീവിതം സമർപ്പിച്ച് രക്ഷിക്കപ്പെട്ട് പാപമോചനം പ്രാപിച്ച് മരണത്തിനപ്പുറമുള്ള നിത്യതയ്ക്കായി നിങ്ങളെ തന്നെ ഒരുക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ലഘു സന്ദേശം ഇവിടെ സംക്ഷേപിക്കുന്നു. ദൈവതിരുനാമം എന്നേക്കും മഹത്വപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ കൂട്ടുസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഫ്രം ഇടയാറുമുള്ള. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ഓൾ.